പ്രിയ ദേശനിവാസികളെ, ഈ ഉച്ച കഴിഞ്ഞുള്ള നിങ്ങളുടെ അർത്ഥം അയക്കത്തില്ല. നിങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം അല്പനേരം ഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട യേശുക്രിസ്തു ആർക്ക് വേണ്ടി മരിച്ചു? ഞങ്ങൾ അതും ഇതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. വേഗത്തിൽ ആ യേശുക്രിസ്തുള്ള ദൈവസ്നേഹം മാത്രം പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവം ആ കൽപ്പിച്ചാക്കിയിരിക്കുന്ന പാപമോചനം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പ്രസംഗം നടത്തുകയാണ്. നമുക്ക് പിന്നെ ഞങ്ങളുടെ പ്രസംഗ വിഷയം പാപമോചനമാകുന്നു. ഒരിക്കൽ കൂടെ പറയാം, ഞങ്ങളുടെ പ്രസംഗത്തിന്റെ വിഷയം പാപമോചനമാകുന്നു. ആവട്ടെ പ്രിയപ്പെട്ട, ഈ പാപമോചനം എന്ന് പറയുന്ന കാര്യം എല്ലാ ജാതി മതസ്ഥർക്കും ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. എല്ലാ ജാതികളും എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പാപം എന്താണെന്നോ പാപത്തിന് പരിഹാരം ആര് തരുമെന്നോ അറിവില്ലാതെ അവരെന്താണ് എല്ലാ ജാതി മതസ്ഥരും ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ അലന്നുഴലുകയാണ്. അതാണ് അവരിങ്ങനെ തീർത്ഥാടനങ്ങള്, പദയാത്രകള്, മറ്റു വിധമായിരിക്കുന്ന നോയമ്പുകള്, വഴിപാടുകള്, കർമാചാരങ്ങള്, ഇങ്ങനെ പദയാത്രകളും തീർത്ഥയാത്രകളും നോയമ്പുകളും എല്ലാം ചെയ്ത് ആ ദൈവം ആരെന്ന് അറിഞ്ഞിട്ട് വേണ്ട ദൈവത്തിന്റെ ഹിതം അറിയാൻ, ദൈവം ആരെന്ന് അറിഞ്ഞിട്ട് വേണ്ട ദൈവത്തിന്റെ നിയമം അറിയുവാന്. അതുകൊണ്ട് പറയപ്പെട്ട പാപമോചനം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ മാർഗവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപമോചനത്തിലേക്കുള്ള വഴി. അത് അവർക്ക് ലക്ഷ്യബോധം അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ വെറുതെ ഉഴന്നു നടക്കുകയാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തവൻ വഴിയോരങ്ങളിൽ അലന്നുഴലുന്നത് പോലെ സ്വന്തമായിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനം കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താണ് ഇങ്ങനെ നിർജീവമായിരിക്കുന്ന പ്രവൃത്തികളെ ആശ്രയിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ നമുക്കൊരു പാപമോചനമുണ്ട്. അവന്റെ നാമത്തിൽ മാത്രമേ പാപമോചനമുള്ളൂ. ഈ പാപമോചനമാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. പ്രിയപ്പെട്ട, നമ്മളിൽ പാപമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് അകത്തിരിക്കുന്നു. പാപമോചനം നേടാതെ ആർക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാനും കഴിയത്തില്ല. കാരണം എന്താണ്? ദൈവം പരിശുദ്ധനാണ്. അടുത്തുകൂടാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന് പാപമില്ലാത്തവനുമായിരിക്കുന്ന ദൈവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മളും ഭൂമിയിൽ വെച്ച് പാപമോചനം എന്ന വീണ്ടെടുപ്പ് സാധ്യമാക്കണം. അത് മാത്രമേ പറയുന്നുള്ളൂ. എന്തായിരിക്കണം അപ്പോൾ പാപം? എന്താണ് ഇവർ പറയുന്നത്? പാപം എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്താണ് പാപം എന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുതരം അഭിപ്രായം എഴുതിയിരിക്കുന്നു. എല്ലാവരും വന്ന് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞു. എന്താണ് ഈ മാനസാന്തരം എന്ന് ആരും പറയുന്നില്ല. എന്റെ യൂട്യൂബ് ചാനല് ലവ് ഓഫ് ക്രോസ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാപമോചനം എന്തെന്ന് വ്യക്തമായിട്ട് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, പാപം എന്തെന്നും പാപമോചനം എന്തെന്നും ദൈവമായിരുന്നു മനുഷ്യന്റെ നഷ്ടം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറഞ്ഞു തീർക്കാം. നമുക്ക് പിന്നെ മനുഷ്യന്റെ ഉൽപ്പത്തിയിലേക്ക് പോകുന്നു. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ആകാശവും ഭൂമിയും, നമ്മൾ അധിവസിക്കുന്ന ഈ ആകാശവും ഭൂമിയും ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് അല്പമെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇതെല്ലാം ഉണ്ടായി വന്നതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരുത്തനുണ്ട്. അതേ പ്രിയപ്പെട്ട, കണ്ണുകൊണ്ട് കാണുന്ന ഇതെല്ലാം നാളെ നശിച്ചു പോകുന്നതാണെങ്കിലും ആ നശിച്ചു പോകുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം ഒരു നാൾ തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി വന്നു. അതേ, നമുക്കൊന്നും അങ്ങനെ ഉണ്ടാക്കുവാൻ കഴിയത്തില്ല. നോക്ക്, പിന്നെ ഒരു ഭൂമി ഉണ്ടായി വരട്ടെ നമ്മൾ കൽപ്പിച്ച ഉണ്ടായി വരുമോ? ഇല്ല പ്രിയപ്പെട്ട, വേണ്ട. നമ്മുടെ ഭവനത്തില് നമ്മുടെ ഭാര്യയോട് നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു ചപ്പാത്തി ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരത്തില്ല. അവളെ മാവെടുത്ത് കുഴച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് അത് കല്ലിൽ വെച്ച് പരത്തി അത് ദോശക്കല്ലിൽ വെച്ച് ചുട്ട് അത് അങ്ങനെ വെന്തിട്ട് മാത്രമേ ചപ്പാത്തി ആകത്തുള്ളത്. മനുഷ്യന്റെ ബലഹീനത. എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുവിന്. ആകാശത്തെയും ഭൂമിയെയും ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. അതിനുശേഷം ഇന്നേക്ക് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യന് പാർക്കുവാനായിട്ടത്രേ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞ് അവന് വേണ്ടിയിട്ടത്രേ എല്ലാ ജീവജാലങ്ങളെയും മൃഗ സമ്പത്തുകളും ഉണ്ടാക്കിയത്. ഇഴജാതികളെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാ. അതിനെ ആരാധിക്കാനോ അതിനെ സ്തുതിക്കുവാനല്ല. എല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. സൂര്യനെ സൃഷ്ടിച്ചത് കാലവും സമയവും തിരിച്ചറിയാനാണ്. പ്രിയപ്പെട്ട, ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. എല്ലാത്തിന്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം ദൈവം തന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഒന്നിനും കുറവില്ലാതെ എപ്പോഴും സന്തോഷപൂർണരായിട്ട് സകലതും അനുഭവിച്ച് സന്തോഷിപ്പാനായിട്ട് ദൈവം ഈ മനോഹരമായിരിക്കുന്ന ആകാശവും ഭൂമിയും ഇതിലുള്ള സകല ജീവജാലങ്ങളും ഈ മനോഹരമായിരിക്കുന്നതെല്ലാം അവൻ സൃഷ്ടിച്ചു. അവൻ ആ 6 ദിവസം കൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിച്ച 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിട്ടിരുന്നു. അവൻ എല്ലാത്തിനെയും നോക്കി കണ്ടിട്ട് പറഞ്ഞു, എല്ലാം നല്ലത്. ദൈവത്തിന്റെ സൃഷ്ടി ഒന്നും മോശമായിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയും എല്ലാം നല്ലതുമായിട്ട് ഈ ഭൂമി ഇന്ന് വഷളായിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് ഈ ഭൂമി വഷളാണ്. ഇന്ന് നല്ലതല്ല. ദൈവം നല്ലതാക്കി സൃഷ്ടിച്ച ഈ ഭൂമി ഇന്ന് എന്താണ് വഷളായിട്ട് തീർന്നിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ പാപം ചെയ്തു. ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ഒരു പുരുഷൻ, ആദ്യ പുരുഷൻ, അവൻ പാപം ചെയ്ത്
ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. അവന് ദൈവം കൊടുത്ത ഈ ഭൂമി, പ്രിയപ്പെട്ട ഈ ഭൂമി മനോഹരമായിരുന്നു. ഇവിടെ പാപമില്ലായിരുന്നു, മൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചിരുന്നില്ല. ഇവിടെ സമ്പൂർണ്ണമായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന സ്വർഗതുല്യമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുന്ന ആളിൽ ദൈവം മനുഷ്യന് കൊടുത്ത ഈ ഭൂമി മുഴുവനും സാത്താന്റെ അധികാരത്തിലേക്ക് വന്നു. മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. അങ്ങനെ മോഷണക്കാരനായിരിക്കുന്ന, മുടിപ്പിച്ച് കളയുന്ന, അറുത്ത് കളയുന്ന പിശാചിന് മനുഷ്യൻ കീഴടങ്ങി പാപം ചെയ്ത് അന്ന് മുതൽ സാത്താന്റെ അധികാരത്തിലേക്ക് ഭൂമി വരികയും ഭൂമി സമ്പൂർണ്ണമായിട്ടും കൊലപാതകവും ആത്മഹത്യയും ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥകളും ഉച്ചത്വവും നീചത്വവും കൊണ്ട് നിറഞ്ഞു. അതേപോലെ ഇവിടെ കയ്യുകൊള്ളവൻ ബലഹീനന്റെ ബലാത്കാരം ചെയ്യുവാൻ തുടങ്ങി. ഇങ്ങനെ ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ്, സാത്താന്റെ അധികാരങ്ങളാണ്. അങ്ങനെ സർവ്വഭൂമിയും വഷളായിട്ട് ഈ ഭൂമി നശിപ്പിച്ച് കളഞ്ഞു. നിങ്ങൾക്ക് മനോഹരമായിരിക്കുന്ന ഒരു വീടുണ്ട്, ഒരു അപ്പന് മനോഹരമായിരിക്കുന്ന ഒരു വീടുണ്ട്. ഗ്രാനൈറ്റ് പതിച്ച, നല്ല മനോഹരമായിട്ട് പെയിന്റ് അടിച്ച, പ്രിയപ്പെട്ട ആരും കണ്ടാൽ കൊതി തോന്നുന്ന ഒരു മനോഹരമായിരിക്കുന്ന വീട്. ആ വീട് തന്റെ മകൻ അവന് ദാനം കൊടുത്തു. മോനെ നിന്റെ പേരിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. എന്നാൽ അവനൊരു ദുർനടപ്പുകാരനായിട്ട് അത് കള്ള് ഷാപ്പുകാർക്ക് എഴുതി കൊടുത്താലോ, അവിടെ എന്താണ് മദ്യം വിറ്റ് മറ്റ് തെറ്റായിരിക്കുന്ന വഴികളായിട്ട് വീട് തുടങ്ങിയാലോ ആ വീട് മുഴുവനും നിർജീവമായിട്ട് നശിച്ചു പോകുന്നത് പോലെ എനിക്കൊരു വീട് അറിയാൻ പ്രിയപ്പെട്ടത്. ഒരു സാറ്, അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പഠിച്ച ഒരു അധ്യാപക വൃത്തി ചെയ്ത മനുഷ്യനായിരുന്നു. ഞാൻ ഒരിക്കൽ ഒരു ദേശത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു വീട് ഞാൻ കണ്ടു. അതേ പ്രിയപ്പെട്ട, അത് തേച്ചിട്ടൊന്നുമില്ല, അന്നേരം പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താണ്, അന്നത്തെ കാലത്ത് കട്ട കെട്ടി എടുത്ത വല്ല വിശാലമായിരിക്കുന്ന ഒരു വലിയ വീടാണ്. ഞാൻ അതുവഴി പോകുമ്പോൾ ഈ വീടിന് എന്താണ്, അത് വാർപ്പ് വീടാണ്. അതിന് കട്ടളയും ജനലും ഒന്നുമില്ല, അതിന് അസ്ഥികൂടം പോലെ ഒരു വലിയ വീട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ദേശക്കാരോട് വെച്ചു, ഈ വീടെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കട്ടളയും കഥമൊക്കെ എവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇന്ന സാറിന്റെ വീടാണ്. അദ്ദേഹം മരിച്ചപ്പോൾ തന്റെ ഏക മകനേ ഉള്ളൂ. ആ മകൻ മദ്യപാനിയായിരുന്നു. ആ സ്വന്തം മകൻ ആ വീടിന്റെ ഓരോ കട്ടളകളും കഥകളും എന്താണ് ഇളക്കി വീട്ടി കള്ളു കുടിച്ചെന്ന്. സ്വന്തം വീട്ടിന്റെ കട്ടളകളും കഥകളും ജനലുകളും അവനെന്താണ് കുത്തി ഇളക്കി, അതെന്താണ് ആരാണ്ടൊക്കെ കിട്ടിയ വിലക്ക് കൊടുത്തിട്ട് ആ പൈസക്ക് കള്ളു കുടിച്ചിട്ട് ഒരു നായ ഉറങ്ങുന്ന പോലെ, ഒരു പട്ടി ഉറങ്ങുന്ന പോലെ ഒരു ചാക്ക് വിരിച്ചിട്ട് അവൻ ആ തിണ്ണയ്ക്ക്, അടച്ചുറപ്പില്ലാത്ത തിണ്ണയ്ക്ക് ചുരുണ്ടു കുടിക്കാൻ തുടങ്ങിയാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, അപ്പൻ മകനൊരു ഭവനം കൊടുത്തു, മകനും അത് നശിപ്പിച്ചതുപോലെ ദൈവം മനോഹരമായിരിക്കുന്ന ഭൂമിയും നമുക്ക് തന്നു. എന്നാൽ മനുഷ്യന്റെ പാപനിമിത്തം ഭൂമി വഷളായിട്ട് തീർന്നു. എവിടെയും കണ്ണുനീരും നിലവിളികളും ദുഃഖങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂമി കുലുക്കങ്ങളും നിരാശകളും ആത്മഹത്യകളും കൊലപാതകങ്ങളും കൊണ്ട് ഭൂമി നിറഞ്ഞു. പാപം അത്രയും കാരണം. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടെ, ഇങ്ങനെ നമ്മളെല്ലാവരും നശിച്ചു പോകുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആരുമായിക്കോട്ടെ, നമ്മുടെ അപ്പൻ ഒരുത്തൻ ആദമാ. അവനെന്താണ്, ദൈവത്തിന് ജനിച്ചവനാണെങ്കിലും അവൻ പാപം ചെയ്ത് സാത്താന്റെ സന്തതിയായിട്ട് ആത്മാവിൽ കൺവേർട്ട് ചെയ്തവനാണ്. ആ സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദമിന്റെ രക്തത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടെ നമ്മളെല്ലാം ജനിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ, അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ഉള്ളൂ. അവന്റെ മുമ്പിൽ ക്രിസ്ത്യ മതക്കാർക്കോ ഹിന്ദു മതക്കാർക്കോ ഇസ്ലാം മതക്കാർക്കോ ഇന്ത്യക്കാർക്കോ പാകിസ്ഥാനികൾക്കോ പ്രത്യേകിച്ച് ഒരു സ്ഥാനവുമില്ല. അവൻ ചിരിക്കുന്നു, അവൻ പറയുന്നു ഒരുത്തം പോലും നല്ലവനില്ല, എല്ലാവരും പാപം ചെയ്തവരാണ്, പിശാചിനോടുകൂടെ നരകാക്കിയിൽ ഒടുക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവത്തിന് നമ്മളുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? ലോകാവസാനത്തിൽ തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ, ആകാശത്തെയും ഭൂമിയെയും ഭരിച്ച ദൈവവചനമായിരിക്കുന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, ആ സ്വർഗത്തിൽ തന്നോടുകൂടെ വസിച്ചവനെ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വിടുകയാണ്. അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നത് നിയമപ്രകാരം ഈ താണ ഭൂമിയിലേക്ക് കടന്നു വരികയും അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഇതാ കാൽവറി ക്രൂശിൽ മരിക്കുകയാണ്. പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ നരകവിധിയിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യമായിരിക്കും നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, നമ്മളെ ശിക്ഷയ്ക്ക് യോഗ്യമായിരിക്കും നമ്മുടെ സകല പാപത്തിന്റെ ശിക്ഷ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ദൈവ ന്യായ പ്രമാണമായിരിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ആ കോടതിയുടെ നിയമപുസ്തകത്തിന് മുമ്പിൽ അവൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകരക്കാരനായിട്ട് മരിച്ചത് വഴി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണ്. ദൈവത്തിലേക്കുള്ള നീതീകരണം സൗജന്യമാണ്. ഇനി യാഗങ്ങളോ ബലികളോ കർമാചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ നോമ്പുകളോ നോക്കുന്നവരെല്ലാം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് തീർന്നിരിക്കുന്നു. ആകിയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം നടത്തപ്പെട്ടിരിക്കാല് അവനിതാ അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ തകർത്ത് കളഞ്ഞവൻ. അവനിതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് അവൻ സകല ജാതി മതസ്ഥരോടും വിശ്വാസ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാർ ഉൾപ്പെടെ സകല ആൾക്കാരോടും മരണമുള്ള എല്ലാവരോടും ദൈവത്തിന്റെ കൽപ്പന അറിയിക്കുന്നു, മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ മനോഹാരിത്വം തള്ളിക്കളഞ്ഞ് ഈ ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചവനെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള
എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ, യേശുക്രിസ്തുവിനെ കല്ലറയിൽ ഉയർപ്പിച്ച് അതേ ആത്മാവിനെ നിനക്ക് തരും. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പാപമോചനം നേടി ഇനി നമ്മൾ ദൈവത്തിനുള്ളവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ നമ്മൾ അവകാശികളാണ്. അവൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതേ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ കോടാനുകോടി ഭവനങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ ഭവനം സൗജന്യമായിട്ട് എന്നേക്കുമായിട്ട് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ മാനസാന്തരപ്പെട്ടതല്ലാതെ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഇതാകുന്നു സുവിശേഷം. നാളെ നമ്മൾ മരിക്കുകയാണെങ്കിൽ പാപമോചനം നേടിയിട്ട് മരിക്കണം. ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്ന ഏത് വ്യക്തിയും, മാനസാന്തരപ്പെടാതെ മരിക്കുന്ന ഏത് വ്യക്തിയും ഇന്നാണ് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ലോകാവസാന ദിവസം നമ്മൾ ഇതേ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപം പരസ്യപ്പെടുത്തി യേശുക്രിസ്തു നമ്മുടെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. നിങ്ങൾ എത്ര വലിയ പാപിയാണോ, എത്ര കൂടും ക്രിമിനലാണോ, ഇന്ന് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ സകല പാപങ്ങളും അവൻ കഴുകി നമ്മളെ നിർമ്മലീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലെത്തും. നിങ്ങൾക്കറിയാമോ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹിതനെ പരിചയപ്പെടുന്ന ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ചന്ദ്രൻ എന്നാണ്. അദ്ദേഹം എന്താണ്, ഒരു ക്രിമിനലായിരുന്നു. 168 ക്രിമിനൽ കേസുകൾ തന്റെ പേരിലുണ്ടായിരുന്നു. ഏത് ഭവനത്തിലും സ്വർണം മോഷ്ടിക്കുകയായിരുന്നു പുള്ളിയുടെ പരിപാടി. അത് SI ആയാലും ശരി, CA ആയാലും ശരി, DYSP ആയാലും ശരി, അവിടെ 50 പവനോ 30 പവനോ ഒരു വലിയ ഹ്യൂജ് ആയിട്ടിരിക്കുന്ന സ്വർണം ഉണ്ടെങ്കിൽ ആ വീട് കണ്ടെത്തി ടാർഗറ്റ് ചെയ്തിട്ട് അവൻ ആ സ്വർണം മോഷ്ടിച്ചിരിക്കും. അങ്ങനെ 168 കേസുകൾ ക്രിമിനലായിരിക്കുന്ന ഇവനെ അവനെന്താണ് ജയിലിൽ അടയ്ക്കുവാൻ ഇടയായി. ആ ജയിൽ വെച്ച് ഞങ്ങളെ പോലുള്ള സുവിശേഷകന്മാർ പോയി മാനസാന്തരം പ്രസംഗിച്ചു. അവൻ ആ മാനസാന്തര പ്രസംഗം കേട്ടവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. അവൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി നല്ലവനായിട്ട് ജീവിപ്പാൻ ആശിച്ചു. കള്ളനിധി കക്കാതെ മുട്ടുള്ളവന് താൻ അധ്വാനിച്ച് അവൻ പണം കൊടുക്കട്ടെ എന്നുള്ള വചനത്തിലൊത്തവണ്ണം അവൻ എന്താണ് ജീവിതത്തിൽ രൂപാന്തരം ചെയ്യപ്പെട്ടു. അവന്റെ 168 ക്രിമിനൽ കേസുകൾ അവന്റെ നല്ല നടപ്പ് കണ്ട് ആ ഗവൺമെന്റ് എന്താണ് അത് മായ്ച്ചു കളഞ്ഞത്. എന്താണ് അവനെ സ്വതന്ത്രനാക്കി. അവൻ സ്വതന്ത്രനായിട്ട് ലോകത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ മോഷണത്തിന് പോയിട്ടില്ല. അവൻ ഓരോ ജയിലറകളിലും പോയി ഓരോ ക്രിമിനലുകളുടെ അടുക്കൽ പോയിട്ട് യേശുക്രിസ്തു ഏകരക്ഷകനാണ്, അവൻ നമ്മുടെ പാപം ക്ഷമിച്ചു തരുമെന്ന് അവരോട് പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ നോക്കുവിന്, അവൻ ഇത്രമാത്രം പാപിയായിട്ടും അവന്റെ സന്തോഷം എന്താണ്, അവന്റെ സകല പാപങ്ങളും യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ടെന്നുള്ള പൂർണ്ണ നിശ്ചയം കിട്ടിയത് വഴി മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും പൂർണ്ണമായിട്ടും എന്താണ് മനസാക്ഷി നല്ലവനായിട്ട് തീർന്നു. ഒരിക്കലും ഒരു ജയിലിൽ സുവിശേഷം അറിയിക്കാൻ അദ്ദേഹം കടന്നു പോകുമ്പോഴും അവിടുത്തെ സൂപ്രണ്ട് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ചന്ദ്ര, ഇനി നീ പഴയ പരിപാടിയിലേക്ക് പോകല്ലേ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഏതൊരു പാപിയെയും രക്ഷിക്കുന്നവനാണ്. ഈ വചനത്താൽ ദൈവം നിങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.